ഓം ശാന്തി. നമ്മുടെ സ്ഥൂലവും സൂക്ഷ്മവുമായ ശരീരത്തിന് ക്ലെൻസ് ചെയ്യാനുള്ളതായിരിക്കുന്ന ഈസിയസ്റ്റ് ആയിട്ടൊരു മെത്തേഡാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും നമ്മൾ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങൾ, വായിക്കുന്ന അറിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സങ്കല്പങ്ങളായിക്കൊണ്ട്, സങ്കല്പങ്ങളും വികല്പങ്ങളുമായി, നല്ല ചിന്തകളും ചീത്ത ചിന്തകളുമായിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ പലതവണ ആവർത്തിക്കപ്പെടുകയും അതനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ ഓരോരോ കോശങ്ങൾക്ക് പോലും അതിൻ്റെതായിട്ടുള്ള ഏത് ടൈപ്പ് ഓഫ് തോട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ അതിൻ്റെതായിട്ടുള്ള വൈബ്രേഷൻ ഈ ശരീരത്തിന് മുഴുവൻ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ ജീവിത രീതി അനുസരിച്ച് നോക്കിയാലാണെങ്കിൽ നെഗറ്റീവ് തോട്ട്സും വേസ്റ്റ് തോട്ട്സും കൂടുതലും, പോസിറ്റീവ് തോട്ട്സും നെസസറി തോട്ട്സും കുറവുമാണ്. നല്ല ചിന്തകളും അവശ്യ ചിന്തകളും കുറവും, ചീത്ത ചിന്തകളും അതുപോലെ തന്നെ വ്യർത്ഥ ചിന്തകളും കൂടുതലുമാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് പലപ്പോഴും പോസിറ്റീവ് എനർജിയേക്കാൾ കൂടുതൽ നെഗറ്റീവ് എനർജിയാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നുള്ള വൈബ്രേഷനായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ദിവസത്തിൽ കഴിയുമെങ്കിൽ 2-3 പ്രാവശ്യം നമ്മുടെ ശരീരത്തിനെ ഒന്ന് ക്ലെൻസ് ചെയ്യുക, ക്ലീൻ ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു സിമ്പിൾ മെഡിറ്റേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് രാവിലെയും വൈകുന്നേരവും രാത്രിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ ഈസി ആയിക്കൊണ്ട് നമ്മുടെ ഉള്ളിലത്തെ പോസിറ്റീവ് എനർജി നിറയ്ക്കാനും നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് അധികം വൈകിപ്പിക്കുന്നില്ല, മെഡിറ്റേഷൻ മെത്തേഡിലേക്ക് പോവുകയാണ്. ഒരു കാര്യം മാത്രം ഞാൻ പറയുകയാണ്, എത്ര നമ്മൾ മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ടൊരു ചെറിയ അറ്റൻഷൻ എന്ന കാവൽക്കാരനെ കൊടുക്കുകയാണെങ്കിൽ ഈ അറ്റൻഷനിൽ മുന്നിൽ ഒന്ന് വെട്ടിക്കളഞ്ഞു നോക്കിയാൽ നമുക്ക് എന്താ കിട്ടുക? ടെൻഷൻ. അപ്പോൾ അറ്റൻഷൻ എന്നൊരു കാവൽക്കാരുണ്ടെങ്കിൽ ടെൻഷൻ നമുക്ക് ഇല്ലാതാക്കാം. കാരണം കാര്യങ്ങൾ ലഘുവായിട്ട് എടുക്കാനുള്ളൊരു അഭ്യാസം. ഏതൊരു കാര്യവും സ്ഥിരമായി ചെയ്യുമ്പോൾ നമ്മുടെ സംസ്കാരമാവുന്നു, സ്വഭാവമാവുന്നു. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ശരി, നല്ല കാര്യത്തിന് നിരന്തരമായി ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആ പോസിറ്റീവ് എനർജീനെ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യത്തിനും സരളമായി എടുക്കാനുള്ളൊരു സ്വഭാവം നമുക്ക് ഉണ്ടാവുകയും അത് പലപ്പോഴും നമ്മളെ തന്നെ ഡാമേജ് ചെയ്യുന്ന നെഗറ്റീവ് തോട്ട്സിന് നമ്മളെ രക്ഷിക്കുകയും ചെയ്യും. തോട്ട്സ് നെഗറ്റീവായി വന്നാൽ എന്താ ഉണ്ടാവുക അറിയോ? നമ്മുടെ ബുദ്ധിയുടെ കപ്പാസിറ്റി കുറയും, മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവും, നമ്മുടെ ഇൻഡ്യൂഷൻ ഇല്ലാതായി മാറും, നമുക്ക് കാര്യങ്ങളോടുള്ള പ്രതികരണം റിയാക്റ്റീവ് ആകും. അപ്പോൾ നമ്മുടെ റിലേഷൻസിൽ വിള്ളൽ വരും, കർമ്മകുശലതയിൽ നഷ്ടം വരും. ഇങ്ങനെ നഷ്ടത്തിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കി അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിന് സ്വയം ശിക്ഷിക്കപ്പെടാതെ നമ്മൾ ചെയ്യുന്ന കർമ്മം എന്തോ, നമ്മുടെ കാര്യം എന്തോ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നതായിട്ടുള്ള ചാർജിനെ മെയിൻറ്റെയിൻ ചെയ്യാനും പതുക്കെ നമ്മുടെ ലൈഫിൽ ഡേ ബൈ ഡേ പോസിറ്റിവിറ്റിയുടെ എഫക്റ്റ് കൊണ്ട് ജീവിതം സന്തോഷവും സുഖം നിറഞ്ഞതാക്കി മാറ്റാൻ, ആ സുഖവും ശാന്തിയും സന്തോഷവും അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആ ടെക്നിക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ്. ഇത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് അഥവാ മനസ്സ് അലഞ്ഞു നടക്കുന്ന സ്വഭാവമാണെങ്കിൽ പോലും അതിനെയും പിടിച്ച് കൊണ്ടെത്തക്ക രീതിയിലുള്ള ഒരു സിംപ്ലസ്റ്റ് മെത്തേഡാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ചെയ്യും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരികയാണ്. ഒന്നാമത് ചെയ്യാനുള്ള കാര്യം, നമ്മൾ ആദ്യം നമ്മുടെ ശ്രദ്ധേനെ നിങ്ങൾക്കിരിക്കാൻ പറ്റുന്ന ഒരു സ്വസ്ഥമായിട്ടുള്ള സ്ഥലത്ത്, ഞാൻ പറയും ചമ്രം പടിഞ്ഞിരിക്കാൻ സാധിക്കുമെങ്കിൽ, സുഖാസനത്തിലിരിക്കാൻ സാധിക്കുമെങ്കിൽ അത് കുറേയും കൂടെ നല്ലതാണ്. കാരണം നമ്മുടെ എല്ലാ ചക്രങ്ങളും ആക്റ്റീവ് ആവാൻ, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡെവലപ്മെൻറ്റ് പോസ്റ്റിൽ നിൽക്കാൻ വേണ്ടി നല്ലത് എപ്പോഴും നട്ടെല്ല് നിവർന്ന് ചമ്രം പടിഞ്ഞ് അഥവാ സുഖാസനത്തിൽ, പത്മാസനത്തിലോ അർദ്ധപത്മാസനത്തിലോ നിങ്ങൾക്കാവുന്ന രീതിയിൽ ഇരിക്കുന്നതാണ്. ഇനി കാലുവേദനയാണ്, ഇങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റാത്ത ആൾക്കാർ അങ്ങനെ ഇരിക്കാൻ വേണ്ടി നോക്കിയിട്ട് കാലുവേദന വലിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ശ്രദ്ധ കിട്ടില്ല. അതുകൊണ്ട് കാലുവേദനയോ അങ്ങനെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉള്ളവരാണെങ്കിൽ ഒരു കസേരയിൽ ഇരിക്കുക. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ചാരിക്കിടക്കരുത്, നട്ടെല്ല് നിവർന്ന് പോസ്റ്റിൽ. സപ്പോസ് നിങ്ങൾക്ക് നടുവേദനയാണെങ്കിൽ ബാക്കിലൊരു ചെറിയ കുഷ്യൻ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്താലും കുഴപ്പമില്ല. എന്നാലും നട്ടെ നിവർന്ന് വേണം നിങ്ങൾ ഇരിക്കാനായിട്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇരുന്ന ശേഷം പതുക്കെ ദീർഘശ്വാസം വലിച്ചു വിടുക. ശ്വാസം നന്നായിട്ടുള്ളിലേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് ഇങ്ങനെ വിടുക. എന്നിട്ട് അത് വെറുതെ ഇരുന്നുണ്ട് റിലാക്സ് ചെയ്ത്, കണ്ണടയ്ക്കൊന്നും വേണ്ട കേട്ടോ, ഇരുന്ന് പതുക്കെ നന്നായിട്ട് ശ്വാസം വലിച്ചു വിടുന്ന ഒരു പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ശ്രദ്ധേനെ പതുക്കെ നിങ്ങളുടെ മുറിയിലേക്ക് കൊണ്ടുവരിക. മുറിയിലിരുന്നൊന്ന് കേട്ട് നോക്കി എന്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. പല ശബ്ദങ്ങളും പുറമെ നമുക്ക് കേൾക്കാം. ചിലപ്പോൾ അതിലൊരു വണ്ടി പോകുന്ന ശബ്ദമായിരിക്കാം, ചിലപ്പോൾ ബുള്ളറ്റിൻ്റെ ശബ്ദമായിരിക്കാം, അതല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ പാട്ട് വെച്ചതായിരിക്കുന്ന ശബ്ദമായിരിക്കാം, താഴെയോ അല്ലെങ്കിൽ വീടിൻ്റെ അപ്പുറത്തോ അടുക്കളയിലോ അവിടെ എവിടെയെങ്കിലും കുക്കർ വിസിലടിക്കുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള പല പല ശബ്ദങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ശ്രദ്ധിക്കണം, ഇവിടെ ഇരുന്നിട്ട് ഞാൻ ആ ശബ്ദങ്ങളെയൊക്കെ ശ്രദ്ധിക്കുകയാണ്. പിന്നെ രണ്ടാമത് നമ്മുടെ ശ്രദ്ധേനെ അവിടെ നിന്ന് നമ്മുടെ മുറിയിലേക്ക് കൊണ്ടുവരിക. ഈ മുറിയുടെ ഉള്ളിൽ മാത്രം കേൾക്കുന്ന ശബ്ദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കുക.
ചിലപ്പോൾ നമ്മുടെ ക്ലോക്കിൻ്റെ ടിക് 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 ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ ആ മുറിയിൽ മാത്രമുള്ള ശബ്ദത്തിലേക്ക് കൊണ്ടുവരിക. പിന്നെ പതുക്കെ പതുക്കെ നമ്മുടെ ശ്രദ്ധേനെ ആ മുറിയിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. ഒന്ന് നോക്കി കാലിൻ്റെ പെരുവിരലിൻ്റെ അറ്റം മുതൽ തലയുടെ മൂർധാവ് വരെ ഈ ശരീരത്തിലെ എല്ലാ ഭാഗത്തും ഈ രക്തചംക്രമണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണത്. അങ്ങനെ പമ്പിങ് ഇങ്ങനെ നന്നായി നടക്കുന്നുണ്ട്. പിന്നെ പതുക്കെ നമ്മുടെ ശ്രദ്ധേനെ പെരുവിരലിൻ്റെ അറ്റത്തേക്ക് മാത്രം കൊണ്ടുവരിക. എന്നിട്ട് ആ പെരുവിരലിൻ്റെ അറ്റം തൊട്ട് കാലിൻ്റെ പാദം വരെയുള്ള ഭാഗം പതുക്കെ പതുക്കെ റിലാക്സ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുക. കസേരയിൽ ഇരിക്കുകയാണ്, കാല് റിലാക്സ്ഡ് ആണ്, 2 പാദങ്ങളും റിലാക്സ്ഡായി മാറിയിരിക്കുന്നു. പിന്നെ പതുക്കെ പതുക്കെ നിങ്ങളുടെ ശ്രദ്ധേനെ 2 കാലുകളുടെയും മുട്ടുവരെയുള്ള ഭാഗത്തേക്ക്, ആദ്യം ഇടത് കാല് പിന്നെ വലത് കാല്, ആ മുട്ടുവരെയുള്ള ഭാഗം റിലാക്സ്ഡ് ആയിരിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം പതുക്കെ പതുക്കെ മുട്ടു മുതൽ അര വരെയുള്ള ഭാഗം, ഇടത് കാല് പിന്നെ വലത് കാല്, കാലിൻ്റെ തൊടയും കാലിൻ്റെ അര വരെയുള്ള എല്ലാ ഭാഗങ്ങളും അത് പൂർണ്ണമായിട്ട് റിലാക്സ്ഡ് ആയിരിക്കുന്ന പൊസിഷനിലായിരിക്കുന്നു. പതുക്കെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക അരഭാഗവും വയറ് വരെയുള്ള ഭാഗം, പിന്നെ പതുക്കെ നിങ്ങളുടെ പുറത്തുകൂടെ അങ്ങനെ പുറം വരെ, നെഞ്ച്, കഴുത്ത് വരെയുള്ള ഭാഗം, പിന്നെ ഷോൾഡർ ഭാഗങ്ങൾ, 2 കൈയും ഷോൾഡർ മുതൽ കൈയിൻ്റെ വിരൽ വരെയുള്ള ഭാഗങ്ങൾ എല്ലാം റിലാക്സ്ഡ് റിലാക്സ്ഡ് റിലാക്സ്ഡ്. പിന്നെ പതുക്കെ പതുക്കെ നമ്മുടെ കഴുത്തിൻ്റെ എല്ലാ മസിലുകളും അങ്ങനെ ടോട്ടൽ റിലാക്സ്ഡ് ആയിട്ട് അയഞ്ഞിരിക്കുന്ന പോലെ ഫീൽ ചെയ്യണം. തളർന്നിരിക്കുകയല്ല, റിലാക്സ്ഡ് ആണ്. ഇപ്പം എല്ലാ മാംസപേശികളടക്കം റിലാക്സ്ഡ് ആണ്. പതുക്കെ പതുക്കെ ശ്രദ്ധേനെ തലയിലേക്ക് കൊണ്ടുവരും, മൂർധാവ് വരെയുള്ള ഭാഗം. പിന്നെ പതുക്കെ മുഖത്തേക്ക്, കവിള്, താടി, കണ്ണിൻ്റെ കൺപോളകൾ, പിന്നെ നെറ്റി. ഇപ്പോൾ ശരീരം മുഴുവൻ ഓൾമോസ്റ്റ് ഒരു റിലാക്സ് ചെയ്തിരിക്കുന്ന ഫോമിലാണ്. ഒന്നിനും ഒരു സ്ട്രെയിൻ ഇല്ല, അത് റിലാക്സ്ഡ് ആണ്. നട്ടെല്ല് കറക്റ്റ് അതിൻ്റെ പൊസിഷനിലാണ്, വളവുകളൊന്നുമില്ല, അതുകൊണ്ട് അതും അതിൻ്റെ റിലാക്സ്ഡ് പൊസിഷനിലാണ്. ആന്തരിക അവയവങ്ങൾ, നമ്മുടെ വയറ് അല്ലെങ്കിൽ നെഞ്ച്, ശ്വാസം, അങ്ങനെ എല്ലാം റിലാക്സ്ഡ് ആവുകയാണ്. പതുക്കെ പതുക്കെ ശ്രദ്ധേനെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസം അകത്തേക്ക് എടുക്കുകയാണ്. ആ അകത്തേക്ക് എടുക്കുമ്പോഴാണ് ഒരു അത്ഭുത പ്രതിഭാസം സംഭവിക്കുന്നു. അങ്ങ് ആകാശത്ത് നിന്നൊരു വെള്ളി വെളിച്ചം നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ നിറഞ്ഞൊരു പ്രകാശത്തിൻ്റെ പ്രവാഹമായിക്കൊണ്ട് ഒഴുകി വന്നിരിക്കുകയാണ്. ആ പ്രകാശധാര പതിയെ പതിയെ ശ്വാസത്തിലൂടെ നിങ്ങൾ അകത്തേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ ഓരോ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ആ വെള്ള വെളിച്ചം, ഒരു പ്രകാശകിരണങ്ങൾ ശ്വാസഗതിക്കൊപ്പം അങ്ങ് അകത്ത് കടന്നു. അത് തലയിലും ആജ്ഞാചക്രത്തിലും തലച്ചോറിലെല്ലാം, പിന്നെ പൂർണ്ണമായി പതുക്കെ പതുക്കെ നമ്മുടെ കൈകൾ, ഷോൾഡർ, കൈകൾ, ശരീരത്തിന് നെഞ്ച്, വയറ്, കാല്, അരക്കെട്ട്, എല്ലാ ഭാഗങ്ങളിലേക്ക് അതിങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വെളുത്ത വെളിച്ചം ഈ ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. പതുക്കെ പതുക്കെ ഓരോരോ കണങ്ങൾ പോലും ആ വെള്ള വെളിച്ചത്തിൽ മാറി അതെല്ലാം വൈറ്റായി. ഇപ്പോൾ ഒന്ന് നോക്കിയേ, ഒരു പ്രകാശത്തിൻ്റെ ശരീരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പൂർണ്ണമായിട്ട് ക്ലെൻസ്ഡ് ആയിരിക്കുകയാണ്, ക്ലീനായി മാറിക്കഴിഞ്ഞിരിക്കുക. ഫുൾ പോസിറ്റീവ് എനർജി നിറഞ്ഞിരിക്കുകയാണ്. പതുക്കെ നിങ്ങളുടെ ശ്രദ്ധയെ ഭ്രൂമധ്യത്തിലേക്ക്, ഇരുപുരികങ്ങൾക്കും നടുവിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കി. ആജ്ഞാചക്രത്തിൽ ഒരു നല്ല വെള്ളി നക്ഷത്രം ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നില്ലേ? അതിൽ നിന്നുള്ളതായിട്ടുള്ള ആ വെള്ളി പ്രകാശകിരണങ്ങൾ എല്ലാ നാടിഞരമ്പുകളിലൂടെ ആ പ്രകാശ ശരീരത്തിനുള്ളിൽ ഒരു തീവ്ര പ്രകാശത്തിൻ്റെ രേഖകൾ പോലെ പ്രവഹിക്കുകയാണ്. പൂർണ്ണമായി ശക്തിയായി ആ പ്രകാശകിരണങ്ങൾ അങ്ങനെ ശരീരത്തിൻ്റെ ചുറ്റും ഒരു വെളുത്ത പ്രകാശത്തിൻ്റെ പ്രഭാമണ്ഡലം രൂപീകരിച്ചിരിക്കുകയാണ്. ഫുൾ റിലാക്സ്ഡ്. ഇപ്പോൾ പൂർണ്ണമായിട്ട് റിലാക്സ് ചെയ്യുന്ന അവസ്ഥയിൽ നിങ്ങളിങ്ങനെ പതിയെ ശ്വാസം വളരെ മൃദുവായി മാറിയിരിക്കുന്നു. ആ വെള്ള വെളിച്ചം അകത്തേക്കും പുറത്തേക്കും പ്രവഹിക്കുന്നു. പതുക്കെ ശ്വാസത്തിൻ്റെ ഉള്ളിലൂടെ പൂർണ്ണമായും പുറത്തേക്കും അകത്തേക്കും എല്ലാം പ്രകാശം മാത്രം. എല്ലാ ഇന്ദ്രിയങ്ങളും റിലാക്സ്ഡ്. ആന്തരിക ഇന്ദ്രിയങ്ങളും അകത്തെയും പുറത്തെയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും റിലാക്സ്ഡ്. ഫുൾ റിലാക്സ്ഡ്, കംപ്ലീറ്റ് റിലാക്സ്ഡ്. ഇപ്പോൾ സ്ഥൂലവും സൂക്ഷ്മവുമായ ശരീരം പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുന്നു. ഭ്രൂമധ്യത്തിൽ ആ ചൈതന്യമായ ഞാൻ പ്രകാശബിന്ദുവായിട്ടിരിക്കുകയാണ്. എന്ത് രസം നോക്കൂ, ആ വെള്ളി വെളിച്ചം പതുക്കെ തലയ്ക്ക് മുകളിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. പ്രകാശത്തിൻ്റെ പ്രഭാമണ്ഡലത്തിൻ്റെ ഉറവിടം എന്ന പോലെ
തലയ്ക്ക് മേലെ വെള്ളി വെളിച്ചം പ്രകാശകിരണങ്ങളിൽ കുടിച്ച് ആനന്ദിച്ച് ഞാനിരിക്കുകയാണ്. റിലാക്സ്ഡ്, കംപ്ലീറ്റ് റിലാക്സ്ഡ്. ഓം ശാന്തി ശാന്തി ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.